ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാപ്രസംഗകൻ്റെ പുസ്തകം 5-ാം അധ്യായം നമുക്ക് പഠിക്കാം. ലോഗോസ് ക്വിസിൻ്റെ പഠനഭാഗമാണ് ഇത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി അങ്ങനെ വായിച്ച് അത് ഇതുപോലെ തന്നെ വായിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേട്ട് പഠിക്കുമല്ലോ. ദൈവഭക്തി. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. വിവേകശൂന്യമായി സംസാരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും. അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. ദൈവത്തിനു നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മൂഢരിൽ അവിടുത്തേക്കു പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാനഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതെന്തിന്? സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. ദാരിദ്ര്യവും സമ്പത്തും. ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കുരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത്. മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവന് മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട്. ഭൂമിയുടെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ്. രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. ദ്രവ്യാഗ്രഹിക്കോ ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. ഇതും മിഥ്യ തന്നെ. വിഭവങ്ങൾ ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്തു പ്രയോജനം? ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു. എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു. സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു. ധനികൻ തൻ്റെ നാശത്തിനു മുതൽ സൂക്ഷിക്കുന്നു. ഒരു സാഹസ എണ്ണത്തിൽ അത് നഷ്ടപ്പെടുന്നു. തൻ്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും. അവൻ്റെ പ്രയത്ന ഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകുകയില്ല. അതും വലിയ തിന്മയാണ്. അവൻ വന്നതുപോലെ തന്നെ പോകും. വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ എന്തു പ്രയോജനം? ദൈവദത്തമായ ഈ ഹ്രസ്വജീവിതം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് അവൻ്റെ ഗതി. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകിയ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ല. കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. അധ്യായം 5-ാം അധ്യായം നമുക്ക് ആദ്യം പോലെ ഒന്നുകൂടി വായിക്കാം. 5-ാം അധ്യായത്തിൽ ദൈവഭക്തി, ദാരിദ്ര്യവും സമ്പത്തും എന്നിങ്ങനെ രണ്ട് ശീർഷകങ്ങൾ, രണ്ട് തലക്കെട്ടുകളാണുള്ളത്. ദൈവഭക്തി, ദാരിദ്ര്യവും സമ്പത്തും. ദൈവഭക്തി എന്ന തലക്കെട്ടിന് താഴെ 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. നമുക്കൊന്നുകൂടി വായിക്കാം. 5-ാം അധ്യായം 1-ാം വാക്യം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. ദേവാലയത്തിൽ
അടുത്തു ചെല്ലുന്ന ബലിയർപ്പണത്തിൽ പങ്കുകൊള്ളുന്നതാണ് ഉത്തമമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയില്ല. തങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്, തങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇതെല്ലാം നന്മയാണെന്ന് ഭോഷന്മാർ കരുതിപ്പോകും. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. ഇനി 2-ാം തിരുവചനം, വിവേകശൂന്യമായി സംസാരിക്കരുത്, ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്, ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും, അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. നേർച്ച നേരാനും ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാനും തിടുക്കം കൂട്ടരുത് എന്ന് വചനം പറയുന്നു. നമുക്ക് നിറവേറ്റാൻ സാധിക്കാത്ത ഒരു കാര്യത്തിലും പ്രതിജ്ഞ എടുക്കരുത്, അത് ദൈവസന്നിധിയിലും മനുഷ്യരുടെ ഇടയിലും. വിവേകശൂന്യമായി സംസാരിക്കരുത്, ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത്, ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും, അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. 3-ാം തിരുവചനം, ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും, വാക്കുകൾ ഏറുമ്പോൾ മൂഢജൽപ്പനമാകും. 3-ാം തിരുവചനം ഒരിക്കൽ കൂടി കേൾക്കാം. ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും, വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. 4-ാം തിരുവചനം, ദൈവത്തിനു നേർച്ച നേർന്നാൾ നിറവേറ്റാൻ താമസിക്കരുത്, മൂഢരിൽ അവിടുത്തേക്ക് പ്രീതിയില്ല, നേരുന്നത് നിറവേറ്റുക. 4-ാം തിരുവചനം ഒരിക്കൽ കൂടി കേൾക്കാം. ദൈവത്തിനു നേർച്ച നേർന്നാൾ നിറവേറ്റാൻ താമസിക്കരുത്, മൂഢരിൽ അവിടുത്തേക്ക് പ്രീതിയില്ല, നേരുന്നത് നിറവേറ്റുക. 5-ാം തിരുവചനം, നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേർച്ച നേരാതിരിക്കുന്നതാണ് എന്ന് തിരുവചന ഭാഗം പറയുന്നു. 6-ാം തിരുവചനം, നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ, തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്, വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതെന്തിന്. 6-ാം തിരുവചനം, നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ, തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്, വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതെന്തിന്. 7-ാം തിരുവചനം, സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ള വാക്കുകളും വർദ്ധിക്കുന്നു, അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ള വാക്കുകളും വർദ്ധിക്കുന്നു, അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക എന്ന് തിരുവചനം പറയുന്നു. ഇനി 8-ാം തിരുവചനത്തിൻ്റെ തലക്കെട്ട് ദാരിദ്ര്യവും സമ്പത്തും എന്നാണ്. ആ ശീർഷകത്തിന് താഴെ 8 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. 6-ാം അധ്യായവും ആ തലക്കെട്ടിന് താഴെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കാം. ഇനി ദാരിദ്ര്യവും സമ്പത്തും. 8-ാം തിരുവചനം, സഭാപ്രസംഗകന്റെ പുസ്തകം 5-ാം അധ്യായം 8-ാം തിരുവചനം, ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കുരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത്, മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവന് മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കുരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത്, മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവന് മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട്. 9-ാം തിരുവചനം, ഭൂമിയുടെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ്, രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. എന്ത് വലിയ ഉദ്യോഗസ്ഥനായിരുന്നാലും വിളവിൽ ആശ്രയിക്കാതെ ഭക്ഷണം കഴിക്കാൻ വയ്യ എന്ന് തിരുവചനം നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 10-ാം തിരുവചനം കഴിഞ്ഞ 5-ാം അധ്യായത്തിൻ്റെ 2-ന്റെ പ്രധാനപ്പെട്ട താഴെ പരാമർശിച്ചിരിക്കുന്നത് പറഞ്ഞില്ലായിരുന്നു. 5-ാം അധ്യായം 2-ാം വാക്യം യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 5-ാം അധ്യായം 2-ാം വാക്യം എന്താണെന്ന് നോക്കാം. വിവേകശൂന്യമായി സംസാരിക്കരുത്, ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത്, ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും, അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. ഇത് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം
യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 5-ാം അധ്യായം 4-ാം വാക്യം 4-ാം വാക്യം ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്, മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല, നേരുന്നത് നിറവേറ്റുക. ഈ തിരുവചന ഭാഗത്തെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള ഭാഗ്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത 10-ാം തിരുവചനം വായിക്കാം. ദ്രവ്യാഗ്രഹിക്കു ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. 11 ഇതും മിഥ്യ തന്നെ, വിഭവങ്ങൾ ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു, നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്ത് പ്രയോജനം. ഈ 11-ാം തിരുവചനം ഒരിക്കൽ കൂടി കേൾക്കാം. ഇതും മിഥ്യ തന്നെ, വിഭവങ്ങൾ ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു, നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്ത് പ്രയോജനം. 12-ാം തിരുവചനം ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു, എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു. ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവനാണ് സുഖനിദ്ര ലഭിക്കുന്നതെന്ന് തിരുവചനം പറയുന്നു, എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു. 13-ാം തിരുവചനം സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു, ധനികൻ തൻ്റെ തന്നെ നാശത്തിനു മുതൽ സൂക്ഷിക്കുന്നു, ഒരു സാഹസ എണ്ണത്തിൽ അത് നഷ്ടപ്പെടുന്നു, തൻ്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി. 13-ാം തിരുവചനം ഒരിക്കലും കൂടി കേൾക്കാം. സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു, ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. സമ്പന്നൻ മുതൽ സൂക്ഷിക്കുന്നത് സ്വന്തം നാശത്തിന് വേണ്ടിയാണെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. 14-ാം തിരുവചനം ഒരു സാഹസ എണ്ണത്തിൽ അത് നഷ്ടപ്പെടുന്നു, തൻ്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി. ഒരു സാഹസിക പ്രവൃത്തി മൂലം അത് നഷ്ടപ്പെടുകയും തൻ്റെ പുത്രന് കൊടുക്കാൻ ഒന്നുമില്ലാതാവുകയും ചെയ്യുന്നു. 14-ാം തിരുവചനത്തെക്കുറിച്ച് ജോബ് അതിൻ്റെ പുസ്തകം 5:14 ഈ സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായം 14 നമ്മളിപ്പോൾ വായിച്ച തിരുവചന ഭാഗത്തെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിലും 1 തിമോത്തി 6-ാം അധ്യായം 7-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 5-ാം അധ്യായം 15-ാം തിരുവചനം നമുക്ക് എന്താണെന്ന് നോക്കാം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും, അവൻ്റെ പ്രയത്ന ഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകുകയില്ല. നമ്മൾ മരിച്ചാൽ ആരും ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. എത്ര സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും നമുക്കൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും, അവൻ്റെ പ്രയത്ന ഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകുകയില്ല. ഇനി 16-ാം തിരുവചനം അതും വലിയ തിന്മയാണ്, അവൻ വന്നതുപോലെ തന്നെ പോകും, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചതുപോലെ തന്നെ തിരിച്ചു പോകുമെന്നാണ് തിരുവചനം പറയുന്നത്. 17-ാം തിരുവചനം വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവനെന്തു പ്രയോജനം. വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവനെന്തു പ്രയോജനം. 18-ാം തിരുവചനം ദൈവദത്തമായ ഈ ഹ്രസ്വ ജീവിതം മനുഷ്യൻ തിന്നും കുടിച്ചും അധ്വാന ഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത്, ഇതാണ് അവൻ്റെ ഗതി. 19-ാം തിരുവചനം സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. സമ്പത്തും സമൃദ്ധിയുമെല്ലാം അത് അനുഭവിക്കാനുള്ള ആസ്വദിക്കാനുള്ള കഴിവുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നാണ് തിരുവചനം പറയുന്നത്. നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ഉള്ള കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും ദൈവം
സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതു ദൈവത്തിൻ്റെ ദാനമാണ്. 20-ാം തിരുവചനം, ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് അവൻ പര്യാകുലനല്ല, കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. 20-ാം തിരുവചനം, ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് അവൻ പര്യാകുലനല്ല, കാരണം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. തിരുവചന ഭാഗം ആവർത്തിച്ച് കേട്ട് ധ്യാനിച്ച് പഠിക്കുമല്ലോ. വചനം വായിക്കുമ്പോൾ നമുക്ക് വചനം നമ്മോട് സംസാരിക്കുന്നതായിട്ട് തോന്നും. എനിക്ക് ഓരോ വചനം വായിക്കുമ്പോഴും പലതും പറയാനായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അത് വീഡിയോയുടെ ലെങ്ത് കൂടി പോകുമല്ലോ എന്നോർത്തിട്ടാണ്. അപ്പോൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തും. വചനം നമ്മിൽ മാംസം ധരിക്കാനായിട്ട് ഇടവരുത്തും. അപ്പോൾ വചനം വായിച്ച് ആവർത്തിച്ച് വായിച്ച് ധ്യാനിച്ച് ലോഗോസ് ക്വിസിനെ പഠിക്കുമല്ലോ. ദൈവത്തിന് സ്തുതി. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.